നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു നല്ല പ്രസംഗം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ എന്തിനെയാണ് ഒരു വിജയകരമായ പ്രസംഗം എന്ന് പറയുന്നത് എന്നാണ് നമ്മൾ ചിന്തിച്ചത്. അത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ചെറിയ സന്ദേശങ്ങൾ ഉൾപ്പെടെ അത് ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ അത് വളരെ വിജയകരമായിട്ടുള്ള നിലയിൽ നമുക്കത് അവതരിപ്പിക്കാനായിട്ട് കഴിയും. നമ്മൾ അതിന് അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അതിനിങ്ങനെ ഒരു തലക്കെട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും: പ്രസംഗങ്ങളുടെ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള പ്രസംഗങ്ങൾ. വിവിധ തരത്തിലുള്ളതായിരിക്കുന്ന പ്രസംഗങ്ങൾ, ടൈപ്സ് ഓഫ് ബിബ്ലിക്കൽ സർമൺസ്. നമ്മൾ പറയുന്നതായിരിക്കുന്ന പ്രസംഗം വേദപുസ്തകത്തെ ആധാരമാക്കിയിട്ടുള്ള പ്രസംഗങ്ങളാണ്. അതുകൊണ്ടാണ് ബിബ്ലിക്കൽ സർമൺ എന്ന് പറഞ്ഞത്. മലയാളത്തിൽ പറഞ്ഞപ്പം വിവിധ തരം പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പ്രസംഗത്തിന്റെ വിവിധ രൂപങ്ങൾ എന്ന് പറഞ്ഞാലും അതിനകത്ത് തെറ്റൊന്നുമില്ല. പ്രധാനമായിട്ടും 3 തരത്തിലുള്ളതായിരിക്കുന്ന പ്രസംഗങ്ങളെയാണ്, അല്ലെങ്കിൽ 3 തരത്തിലുള്ളതായിരിക്കുന്ന പ്രസംഗങ്ങളെയാണ് നമ്മൾ ഇവിടെ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേത്, ഞാൻ ഈ 3 പദപ്രയോഗങ്ങൾ ആദ്യമേ തന്നെ അങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പിന്നാലെ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയാം. ഒന്നാമത്തേത് വിഷയാധിഷ്ഠിത പ്രസംഗമാണ്. വിഷയാധിഷ്ഠിത പ്രസംഗം, ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പം ടോപ്പിക്കൽ സർമൺ എന്നാ പറയുന്നത്. ഇത് താരതമ്യേന വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു പ്രസംഗമാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസംഗമാണ് ടോപ്പിക്കൽ സർമൺ, വിഷയാധിഷ്ഠിത പ്രസംഗം. ആ പേരിൽ തന്നെ ഉണ്ട് അതിന്റെ ആശയം എന്താണെന്നുള്ളത്. ഒരു വിഷയത്തെ അധിഷ്ഠിതമാക്കി അല്ലെങ്കിൽ ആധാരമാക്കി പ്രസംഗിക്കുന്നതാണ് വിഷയാധിഷ്ഠിത പ്രസംഗം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് വചനാധിഷ്ഠിത പ്രസംഗമുണ്ട്. ഞാൻ ഈ വചനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ദൈവവചനം എന്നുള്ളതല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. അത് ദൈവവചനം എന്നുള്ളതായിരിക്കുന്ന ആ ഒരു ആകെ ബൈബിൾ എന്നുള്ള അർത്ഥത്തിലല്ല വചനാധിഷ്ഠിത പ്രസംഗം. എല്ലാ പ്രസംഗങ്ങളും വചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടും വചനാധിഷ്ഠിതവുമായിരിക്കണം. പക്ഷെ ഇവിടെ പറയുന്നതായിരിക്കുന്ന ഈ കാര്യം ടെക്സ്റ്റുവൽ സെർമൺ എന്നുള്ളതാണ്. ടെക്സ്റ്റുവൽ സെർമൺ എന്നുള്ളത് അത് വചനം എന്നുള്ളത് വാചകം എന്നുള്ള ആ ഒരു ആശയത്തിലാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനത് വിശദമാക്കാം, നിങ്ങൾക്കത് പിന്നീട് മനസ്സിലാവും. തൽക്കാലം അത് എഴുതി വയ്ക്കുക. വചനാധിഷ്ഠിത പ്രസംഗം, ടെക്സ്റ്റുവൽ സെർമൺ. ആദ്യത്തേത് വിഷയാധിഷ്ഠിത പ്രസംഗം അഥവാ ടോപ്പിക്കൽ സർമൺ. രണ്ടാമത്തേത് ടെക്സ്റ്റുവൽ സർമൺ അഥവാ വചനാധിഷ്ഠിത പ്രസംഗം. മൂന്നാമത്തേത് വ്യാഖ്യാനാധിഷ്ഠിത പ്രസംഗമാണ്. വ്യാഖ്യാനാധിഷ്ഠിത പ്രസംഗം ഇംഗ്ലീഷിൽ എക്സ്പോസിറ്ററി സർമൺ എന്ന് പറയും. എക്സ്പോസിറ്ററി സർമൺ അഥവാ എക്സ്പോസിറ്ററി പ്രീച്ചിങ്. വചനാധിഷ്ഠിത പ്രസംഗം, ആദ്യത്തേത് വിഷയാധിഷ്ഠിത പ്രസംഗം, രണ്ടാമത്തേത് വചനാധിഷ്ഠിത പ്രസംഗം, മൂന്നാമത്തേത് വ്യാഖ്യാനാധിഷ്ഠിത പ്രസംഗം. ഇത് 3ന്റെയും വ്യത്യാസങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ പറയാം. ഇത് 3ഉം പ്രയോജനകരമായിട്ടുള്ള പ്രസംഗങ്ങൾ തന്നെയാണ്. 3ഉം നല്ല നിലയിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്ന പ്രസംഗങ്ങളുമാണ്. എങ്കിലും ഞാൻ ഒരു കാര്യം ആദ്യമേ തന്നെ ചേർത്ത് പറയാം. ടോപ്പിക്കൽ സെർമൺ താരതമ്യേന എളുപ്പമാണ്. അത് വിഷയം ആധാരമാക്കിക്കൊണ്ടാണ് അത് പ്രസംഗിക്കുന്നത്. വചനാധിഷ്ഠിത പ്രസംഗം എളുപ്പമാണെന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ എങ്കിലും ഈ വിഷയാധിഷ്ഠിത പ്രസംഗത്തെക്കാൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ടോപ്പിക്കൽ സർമണിനേക്കാൾ കുറേം കൂടെ ബുദ്ധിമുട്ടാണ് ഒരു ടെക്സ്റ്റുവൽ സർമൺ ചെയ്യുക എന്ന് പറയുന്നത്. എന്നാൽ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വ്യാഖ്യാനാധിഷ്ഠിത പ്രസംഗം എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് ഏറെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് വളരെ ബദ്ധപ്പാടുള്ളതായിരിക്കുന്ന ഒരു വിഷയമാണ്. വളരെയധികം അധ്വാനം അതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ആ അധ്വാനത്തിന് കാരണമുണ്ട്. അതായത് അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് പിന്നാലെ മനസ്സിലാവും. ദൈവത്തിൻ്റെ വചനം ശരിയായ നിലയിൽ അതിൻ്റെ ആശയത്തെ മനസ്സിലാക്കി, അതിൻ്റെ സന്ദർഭത്തെ മനസ്സിലാക്കി
അതിൻ്റെ സാഹചര്യം എന്താണെന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ ആളുകൾക്ക് അതിൻ്റെ ഏറ്റവും പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന നിലയിൽ അത് അവതരിപ്പിക്കുന്നതാണ് ഒരു വ്യാഖ്യാനാധിഷ്ഠിത പ്രസംഗം എന്ന് പറയുന്നത്. അപ്പം വേദപുസ്തകത്തിലുള്ളതായിരിക്കുന്ന ഒരു വേദഭാഗത്തെ അല്ലെങ്കിൽ ഒരു വചനഭാഗത്തെ അതിൻ്റെ സാഹചര്യത്തിൽ, അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കി, അതിനെ വിഭജിച്ച് അതിൻ്റെ അന്നത്തെ അർത്ഥം മനസ്സിലാക്കി, അത് ഇന്ന് ഏതെല്ലാം തരത്തിൽ ഇന്ന് അത് പ്രയോഗതലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുമെന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് ആ വേദഭാഗത്തെ സ്ട്രക്ചർ ചെയ്ത് അതിനെ പല ഭാഗങ്ങളായിട്ട് രൂപരേഖയാക്കി അതിൻ്റെ ആശയം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് പ്രസംഗിക്കുന്നതാണ് വ്യാഖ്യാനാധിഷ്ഠിത പ്രസംഗം എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്തുമാത്രം കഷ്ടപ്പാട് അതിന്റെ പുറകിലുണ്ടെന്നുള്ളത്. ടോപ്പിക്കൽ സെർമൺ, ആദ്യത്തെ പ്രസംഗത്തിലേക്ക് നമുക്ക് വരാം. വിഷയാധിഷ്ഠിത പ്രസംഗം എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായിരിക്കുന്ന ഒരു കാര്യമാണ്. വിഷയാധിഷ്ഠിത പ്രസംഗം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വചനഭാഗത്തെ മാത്രം ആശ്രയിക്കാതെ ഒരു വിഷയത്തിൽ നിന്ന് തന്നെ അതിന്റെ പ്രധാന വിഭജനങ്ങൾ രൂപപ്പെടുന്ന പ്രസംഗമാണ്. ഞാനത് പറയുമ്പോൾ ഒരു നിർവചനം എന്നുള്ള നിലയിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു പ്രത്യേക വചനഭാഗത്തെ മാത്രം ആശ്രയിക്കാതെ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് അതിന്റെ പ്രധാനപ്പെട്ട വിഭജനങ്ങളെ രൂപപ്പെടുത്തി, അതായത് ഓരോന്നിനെയും വിഷയാധിഷ്ഠിതമായിട്ട് തിരിച്ച് പ്രസംഗിക്കുന്നതാണ് വിഷയാധിഷ്ഠിത പ്രസംഗം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രസംഗങ്ങൾക്ക് ധാരാളം കേൾവിക്കാരുണ്ട്, ധാരാളം ആളുകൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി ഇതിന്റെ അകത്ത് തന്നെ ഈ വിഷയാധിഷ്ഠിത പ്രസംഗത്തിനകത്ത് തന്നെ ഉൾപ്പെടുത്താനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് ബയോഗ്രഫിക്കൽ സെർമൺ എന്ന് പറയുന്നത്. ബയോഗ്രഫിക്കൽ സെർമൺ എന്ന് പറയുന്നത് നമ്മളൊക്കെ സാധാരണഗതിയിൽ പറയാറുണ്ട്, ക്യാരക്ടർ സ്റ്റഡി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, ഒരു വ്യക്തിയെ കുറിച്ചുള്ള പ്രസംഗം. ഇപ്പൊ ദാവീദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങളെ കുറിച്ച് നാം പ്രസംഗിക്കുമ്പോൾ അതൊരു വിഷയത്തെ അധിഷ്ഠിതമാക്കിക്കൊണ്ടുള്ളതായിരിക്കുന്ന പ്രസംഗം, ഒരു വ്യക്തിയെ ആധാരമാക്കിക്കൊണ്ട് ചെയ്യുന്ന പ്രസംഗമാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉള്ളതായിരിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, കോട്ടങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് പരിശോധിക്കും. ഒരു വ്യക്തിയെ കുറിച്ച് പരിശോധിക്കുമ്പം ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെ തന്നെ ചിന്തിക്കാനായിട്ട് ആവശ്യമുണ്ട്. ഞാൻ വിഷയാധിഷ്ഠിത പ്രസംഗമാണ് നമ്മുടെ വിഷയമെങ്കിലും ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ വിഷയത്തിലേക്ക് അല്ല ഇപ്പൊ ഞാൻ വരുന്നത്. ഈ ബയോഗ്രഫിക്കൽ സെർമൺ എന്നുള്ളതിന് ഒരു വ്യക്തിയെ കുറിച്ചുള്ളതായിരിക്കുന്ന പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ബയോഗ്രഫിക്കൽ സെർമൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തത്തുല്യമായിരിക്കുന്ന മലയാള പദം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇനി അതിനകത്തും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും വേറെ വിഷയങ്ങൾ കൊണ്ടുവരാം. ഇപ്പം വേറൊരു നില പറയാം, ദാവീദിന്റെ വിശ്വാസം, അതൊരു വിഷയമാണ്. അതൊരു വ്യക്തിയെ കുറിച്ചുള്ളതാണെങ്കിൽ പോലും ഒരു വിഷയമാണ്. എന്താണ് ദാവീദിന്റെ വിശ്വാസം? എബ്രായ ലേഖനം 11-ാം അധ്യായം എടുത്ത് വിശ്വാസ വീരന്മാരായിരിക്കുന്ന മുഴുവൻ ആളുകളെ കുറിച്ചും പ്രസംഗം ഉണ്ടാക്കാം. ഹാബേലിന്റെ വിശ്വാസം, ഹാനോക്കിന്റെ വിശ്വാസം, നോഹയുടെ വിശ്വാസം, അബ്രഹാമിന്റെ വിശ്വാസം, സാറയുടെ വിശ്വാസം എന്ന് പറഞ്ഞ് അവിടെ ഉള്ളതായിരിക്കുന്ന മുഴുവൻ ആളുകളുടെ അതെല്ലാം എന്ത് പ്രസംഗങ്ങളാണ്? വിഷയാധിഷ്ഠിത പ്രസംഗങ്ങളാണ്. ഹാബേലിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നാ പ്രസംഗം തയ്യാറാക്കുന്നത്? ഒരു ഭാഗം മാത്രമല്ല എടുക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു വാക്യം ചിലപ്പോൾ നമ്മൾ വായിക്കുമായിരിക്കും. എവിടുന്ന്? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നോ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നോ ഒരുപക്ഷെ നമ്മൾ ഹാബേലിനെ കുറിച്ചൊരു വാക്യം വായിച്ചിട്ടായിരിക്കും ഈ പ്രസംഗം തയ്യാറാക്കുന്നത്. പക്ഷെ ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസംഗം അല്ല അത്. ഇനി മറ്റ് പ്രസംഗങ്ങൾക്കും മറ്റ് വേദഭാഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നല്ല. പക്ഷെ ആ ഒറ്റ വാക്യത്തെ മാത്രം ആധാരമാക്കിക്കൊണ്ടല്ല നമ്മുടെ പ്രസംഗം. നമ്മുടെ വിഷയം ആധാരമാക്കിയിരിക്കുന്നത് ഒന്നിലധികം വേദഭാഗങ്ങളിലാണ്. എന്നാൽ മറ്റ് വചനാധിഷ്ഠിത പ്രസംഗത്തിലും വ്യാഖ്യാനാധിഷ്ഠിത പ്രസംഗത്തിലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന വേദഭാഗമാണ് നമ്മുടെ വിഷയത്തിനും നമ്മുടെ പ്രസംഗത്തിനും ആധാരമായിരിക്കുന്നത്. അതിനെ ആധാരമാക്കിക്കൊണ്ട് നമ്മൾ പ്രസംഗിക്കുമ്പോൾ തന്നെ മറ്റുള്ളതായിരിക്കുന്ന പല കാര്യങ്ങളും സഹായകരമായിട്ട് നമ്മൾ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ വ്യത്യാസം മനസ്സിലാക്കണം. വിഷയാധിഷ്ഠിത പ്രസംഗത്തിനകത്ത് നമ്മൾ എടുക്കുന്ന എല്ലാ വാക്യങ്ങളും ഒരു തരത്തിൽ പറഞ്ഞാൽ ആ വിഷയത്തിന് ആധാരമായിട്ടുള്ളതായിരിക്കുന്ന വാക്യങ്ങളാണ്. കാരണം ആ വിഷയത്തെ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ഈ വാക്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് അത് ഉദ്ധരിക്കുകയാണ്. വിഷയാധിഷ്ഠിത പ്രസംഗം എന്ന് പറയുമ്പം അതൊരു വ്യക്തിയെ മാത്രം ഉദ്ദേശിക്കുന്നതല്ല. വ്യക്തിയുടെ ഏതെങ്കിലും ഒരു വിശ്വാസത്തെയോ അല്ലെങ്കിൽ ഇപ്പൊ വിശ്വാസം എന്ന് പറയുന്ന
ഒരു വ്യക്തിയുടെ സ്നേഹത്തെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസംഗിക്കാം, ഇല്ലേ? അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ല, രണ്ടാളുകളുടെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പ്രസംഗിക്കാം. ദാവീദിന്റെയും യോനാഥാന്റെയും സ്നേഹത്തെക്കുറിച്ച് വേണമെങ്കിൽ, അവിടെയും വ്യക്തികളാണ് പരാമർശിക്കപ്പെടുന്നത്. എന്നാൽ ഇതെല്ലാം മാറി നമുക്ക് വേണമെങ്കിൽ ഉപദേശപരമായിട്ടുള്ള പ്രസംഗങ്ങൾ തയ്യാറാക്കാം. ബൈബിൾ ക്ലാസ് മാത്രമല്ല, ഉപദേശപരമായിട്ടുള്ള പ്രസംഗങ്ങൾ തയ്യാറാക്കാം. വിഷയങ്ങളെക്കുറിച്ച്, ഉപദേശപരമായ വിഷയങ്ങളെക്കുറിച്ച് ഡോക്ട്രിനൽ സർമൺ ഉണ്ട്. അതിനെയും വ്യത്യസ്തമായിട്ടുള്ള നിലയിലൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുമെങ്കിലും അതൊക്കെയും ഈ ടോപ്പിക്കൽ സർമണിന്റെ ഉള്ളിൽ വരുന്നതാണ്. അല്ല, പ്രവൃത്തി എന്ന് പറയുന്നത്, അതായത് എനിക്ക് ആ ചോദ്യം ക്ലിയർ ആയില്ല. ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരാളുടെ പ്രവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം ഇതിനകത്ത് തന്നെ ഉൾപ്പെടുന്നതായിരിക്കുന്ന കാര്യമാണ്. ഞാൻ ഉദ്ദേശിച്ച് ഒരാളുടെ പ്രവൃത്തി എന്ന് ഉദ്ദേശിച്ച് ഇനി കേൾവിക്കാരായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ നമ്മുടേതാണോ എന്നുള്ളതാണ്. അതെല്ലാത്തിനകത്തും വരുന്നുണ്ട്. ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് പ്രസംഗം എടുത്താലും അത് ബയോഗ്രഫിക്കൽ ആണെങ്കിലും ശരി, ഡോക്ടറിനാണെങ്കിലും, അല്ലെങ്കിൽ ഉപദേശപരമാണെങ്കിലും, വ്യക്തിപരമായിട്ട് ഒരാളെ കുറിച്ചാണെങ്കിലും, അതോ വിഷയാധിഷ്ഠിതമാണെങ്കിലും വ്യാഖ്യാന അധിഷ്ഠിതമാണെങ്കിലും, അതിനകത്ത് എല്ലാം ആ വിഷയങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടത് എന്നുള്ളതിലേക്ക് തന്നെയാണ് വരേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അതായത് വേദപുസ്തകത്തിലുള്ളതായിരിക്കുന്ന ഒരു വ്യക്തി, രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രവൃത്തിയെക്കുറിച്ചാകാം, ആ വ്യക്തിയുടെ വിശ്വാസം. ഇനി ഞാൻ ഈ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനത് നമ്മുടെ വിഷയമായിട്ട് ബന്ധമല്ല എങ്കിലും ഞാൻ പറയുന്നത്, പ്രസംഗിക്കുമ്പോൾ ഇത് തന്നെയാണ് പ്രസംഗിക്കേണ്ടത്. ഈ വിശ്വാസം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നാം പ്രസംഗിക്കുമ്പോൾ ആ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താനായിട്ട് പറ്റാത്തതായിരിക്കുന്ന ഒരു കാര്യമാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. ഹാബേൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു എന്നല്ല നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. വിശ്വാസത്താൽ അവൻ ഇന്നത് ചെയ്തു. ഹാനോക്ക് വിശ്വാസത്താൽ ഇത് പ്രവർത്തിച്ചു. നോഹ വിശ്വാസത്താൽ ഇന്നത് ചെയ്തു. ഇവരുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിന് നേരെ പാരലായിട്ട് തന്നെയാണ് ആ പ്രവൃത്തിയും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് വിശ്വാസവും പ്രവൃത്തിയും ഒന്നാണെന്നല്ല. വിശ്വാസവും പ്രവൃത്തിയും രണ്ടാണ്. പക്ഷെ ഈ വിശ്വാസം പ്രവൃത്തിയിലേക്ക് നയിക്കുന്നതിനെ തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു വ്യക്തിയുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് പ്രവൃത്തി എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റില്ല. വിശ്വാസത്താൽ ആ വ്യക്തി ചെയ്തതായിരിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ചാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പോ ആ വിശ്വാസത്തിന്റെ അടയാളമായിട്ടുള്ള പ്രവൃത്തിയും കൂടെ അതിനോട് ചേർത്ത് പറയണം. അപ്പൊ ഇത് രണ്ടും രണ്ട് വിഷയങ്ങളായിട്ട് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ അവതരിപ്പിക്കാം. പക്ഷെ അപ്പോഴും ഇത് രണ്ടും ഒരു പരസ്പര പൂരകങ്ങളായിട്ട് പോകുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. വിഷയാധിഷ്ഠിത പ്രസംഗം ഒരു ഉപദേശപരമായ വിഷയത്തോടുള്ള ബന്ധത്തിൽ, ഇപ്പം നീതീകരിക്കുക അല്ലെങ്കിൽ വിശ്വാസത്താലുള്ള നീതീകരണം ഒരു വിഷയമാണത്, അല്ലേ? വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസികളുടെ വിശുദ്ധീകരണം മറ്റൊരു വിഷയമാണ്. എല്ലാം ഉപദേശപരമായ വിഷയങ്ങളാണ്. ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസികളുടെ മഹത്വീകരണം മറ്റൊരു വിഷയമാണ്. ഇതെല്ലാം ഒരു കാര്യത്തോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ അങ്ങ് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിന്റെ രണ്ടാം വരവ് ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കാൻ പാടില്ലേ? കർത്താവിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഇതും ഒരു വിഷയമാണ്. ഏത്? ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി വിശ്വാസികൾ എങ്ങനെ ഒരുങ്ങണം, പ്രസംഗമാണ്. അതിന് ഇപ്പം ഇങ്ങനെ നീട്ടിപ്പിടിച്ച ഒരു തലക്കെട്ടൊന്നും അതിന് കൊടുക്കണമെന്നില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടേതായ നിലയിൽ പ്രസംഗത്തിനൊരു തലക്കെട്ട്, ഒരു ടൈറ്റിൽ നമുക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം വിഷയാധിഷ്ഠിതമായിരിക്കുന്ന പ്രസംഗങ്ങളാണ് എന്നുള്ളത് നാം നോക്കുക. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ നോട്ടിന് അകത്ത് ഞാൻ ഒരു ഉദാഹരണമായിട്ടൊക്കെ ചിലത് നൽകിയിട്ടുണ്ട്. കുടുംബത്തിനെതിരെയുള്ള സാത്താന്റെ ആക്രമണം. ഇത് വാസ്തവത്തിൽ ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് നോട്ട് തന്നെ മലയാളത്തിലേക്ക് ആക്കിയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ നോട്ടിനകത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ വിഷയങ്ങളാണ്. കുടുംബത്തിനെതിരെയുള്ളതായിരിക്കുന്ന സാത്താന്റെ ആക്രമണം, അത് ഏത് നിലയിലാണ് അത് സാധിക്കുക? ഇതിനും ചില വേദഭാഗങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മൾ ഇത് പ്രസംഗിക്കുക. ഇപ്പം ഇതിനകത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞു തരികയാണ് കേട്ടോ. ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നാളെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു അപേക്ഷയാണ്.
ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം പറയാം, അത് കഴിഞ്ഞിട്ട് ഞാൻ അപേക്ഷ പറയാം. നിങ്ങൾ നാളെ വരുമ്പോൾ ഒരു വിഷയാധിഷ്ഠിത പ്രസംഗം തയ്യാറാക്കി കൊണ്ടുവരിക. പ്രസംഗം എന്ന് പറഞ്ഞാൽ നീട്ടിപ്പിടിച്ച് എഴുതുമൊന്നും വേണ്ട. ഒരു വിഷയം ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കണം. ഞാനത് വിഷയവും തരുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കുന്ന വിഷയം എടുത്ത് ആ വിഷയം, അതായത് ഞാൻ ഈ പറയുന്നതായിരിക്കുന്ന 3 വിഭജനം ഞാൻ പറഞ്ഞു, 3 തരത്തിലുള്ള പ്രസംഗമുണ്ട്. അത് മറ്റുള്ളതായിരിക്കുന്ന പ്രസംഗം നിങ്ങൾക്ക് പിന്നീട് ഒരു അസൈൻമെന്റ് ആയിട്ട് തരാം. നാളെ നിങ്ങൾ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം വളരെ ലളിതമാണ്. ഏതെങ്കിലും ഒരു വിഷയം എടുക്കുക, ഒരു ടോപ്പിക് എടുത്തിട്ട്, അത് ചിലപ്പോൾ ഒരു വ്യക്തിയാകാം. ഞാൻ പറഞ്ഞില്ല, ടോപ്പിക്കൽ സർമൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചുള്ളതാകാം, ഒരു ഉപദേശ വിഷയമാകാം. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, കുടുംബത്തെ കുറിച്ചുള്ളതായിരിക്കും, കുടുംബത്തിനെതിരെയുള്ള സാത്താന്റെ ആക്രമണം, അതുമാകാം. പക്ഷെ നാളെ നിങ്ങൾ എഴുതിക്കൊണ്ടിരുമ്പോൾ ഇത് എഴുതിക്കൊണ്ടുവരരുത്. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു വിഷയം എന്ന് പറയുമ്പോൾ അതിന് ഏത് നിലയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു വിഷയമായിട്ട് നിങ്ങൾക്ക് അത് അവതരിപ്പിക്കാം. ഏതെങ്കിലും ഒരു പ്രത്യേക വേദഭാഗത്തു നിന്ന് മാത്രമായിരിക്കില്ല നമ്മൾ അതിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നത്, പല ഭാഗത്തു നിന്നായിരിക്കും. ആ വിഷയം നിങ്ങൾ ഒരു ടൈറ്റിൽ കൊടുക്കുക, പ്രസംഗത്തിനൊരു തലക്കെട്ട് കൊടുക്കുക. ആ വിഷയം എന്താണ് എന്നുള്ളത് ഓരോന്ന് പോയിന്റുകളായിട്ട് 2, 3, 4 പോയിന്റുകളായിട്ട് അവതരിപ്പിക്കുക. ഓരോ പോയിന്റിന്റെ അടിയിലും പ്രധാനമായിട്ടും നിങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ആശയം എന്താണെന്നുള്ളത് 1, 2 വാചകത്തിൽ എഴുതുക. ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. വാക്യം എഴുതണം. നിങ്ങൾ ഒരു പോയിന്റ് എഴുതുമ്പോൾ ആദ്യത്തെ പോയിന്റ് എഴുതിയിട്ട് ആ പോയിന്റിന്റെ താഴെ ഒരല്പം ഒരു വിശദീകരണം, 2, 3 വാചകം, അതിൽ കൂടുതൽ വേണ്ട. 2, 3 വാചകത്തിൽ നാളെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ആരും ക്ലാസ്സിന് വരാതെ ഇരിക്കരുത്. അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ നമ്മുടെ കയ്യിൽ, സൂത്രപ്പണികളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഈ ഒരു പോയിന്റ് എഴുതിയിട്ട് ആ പോയിന്റ് എന്താണെന്ന് വിശദീകരിച്ച് 2, 3 വാചകങ്ങൾ എഴുതുക. അങ്ങനെ ഒരു 3, 4 പോയിന്റ്, അതിൽ കൂടുതലൊന്നും വേണ്ട. ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ 3, 4 പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഒരു പേജിനകത്ത്, ഒരു നോട്ട്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു പേജിനകത്ത് എഴുതാവുന്ന തരത്തിലുള്ളതായിരിക്കുന്ന ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ അപേക്ഷ ഇതാണ്: നിങ്ങൾ ദയവ് ചെയ്ത് ഏതെങ്കിലും പ്രസംഗക്കുറിപ്പുകൾ ഉള്ളതായിരിക്കുന്ന പുസ്തകം വീട്ടിൽ കാണും. അതല്ലെങ്കിൽ ഇന്ന് ഏറ്റവും എളുപ്പമുണ്ട്, എന്നാണെന്നറിയാമോ? ഈ സാധനം ലോകത്തിൽ എവിടെയും പോകണ്ട, ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് വരാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ അത് എഴുതിക്കൊണ്ട് വരണ്ട. നിങ്ങൾ നാളെ ക്ലാസ്സിന് വരാതിരിക്കുക, കുറച്ചുകൂടെ നല്ലത്. ഇതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് വരാനാണെന്നുണ്ടെങ്കിൽ എഴുതിക്കൊണ്ട് വരണ്ട. നിങ്ങൾ ചിലപ്പോൾ എഴുതുന്നത് പൊട്ട തെറ്റായിക്കോട്ടെ, എനിക്ക് യാതൊരു വിഷയവും അതിനകത്തില്ല, ഞാൻ ഈ പേപ്പർ ഒരു മനുഷ്യനെയും കാണിക്കാനും പോകുന്നില്ല. നിങ്ങളുടെ പേപ്പർ എടുത്തത് ഈ ആൾ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നോക്കി ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇത് ഈ ലോകത്തിൽ ആകെ മനുഷ്യൻ എന്നുള്ള നിലയിൽ കാണുമെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമേ കാണുള്ളൂ. ഞാനത് ഉറപ്പ് തരുക. നിങ്ങൾ എഴുതി കൊണ്ടുവരുന്നത് എത്ര പൊട്ടത്തരം ആയിക്കോട്ടെ, എനിക്ക് ഒരു വിഷയമില്ല ആ വിഷയത്തിൽ, ആ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു പ്രസംഗക്കുറിപ്പ് എഴുതി വെച്ചതായിരിക്കുന്ന പുസ്തകത്തിനകത്തോട്ട് നിങ്ങൾ പോകരുത്. ഇപ്പൊ എന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിക്കാം, നാളെ വേണമെങ്കിൽ എവിടെന്നെങ്കിലും എഴുതി കൊണ്ടുവരാം, അതെനിക്ക് വിഷയമല്ല. പക്ഷെ ഞാൻ പറയുന്നത്, മേളിൽ ഒരാൾ ഇരിപ്പുണ്ടെന്നുള്ള വിചാരത്തിൽ നിങ്ങൾ ആ കാര്യം ചെയ്യണം, അത്രയും മാത്രം ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. അപ്പോൾ ഫോൺ എടുത്തുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു സാധനങ്ങൾ എടുത്തുകൊണ്ടോ പുസ്തകങ്ങൾ എടുത്തു വെച്ചുകൊണ്ടോ ഒന്നും ഈ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ ഒരു സ്റ്റഡി ബൈബിള് നിങ്ങളിപ്പോ എവിടെയെങ്കിലും കണ്ടപ്പോൾ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് തപ്പി പരിശോധിച്ചു, അതൊന്നും ചെയ്യുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു തരത്തിലും ഇപ്പൊ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചു എന്ന് കരുതിയും കുഴപ്പമില്ല. പക്ഷെ അതിനകത്തുള്ളതായിരിക്കുന്ന അതേ കാര്യം അതേപടി പകർത്തിക്കൊണ്ട് വരരുത്. കാരണം അങ്ങനെ പകർത്തിക്കൊണ്ട് വരുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലല്ലേ ഇത് വലിയ പ്രശ്നമല്ലാത്തതുള്ളൂ. നമ്മുടെ നാട്ടിലാണ് ഇത് വലിയ പ്രശ്നമല്ലാത്തതുള്ളൂ. ഞാൻ ഒരു 2 വർഷങ്ങൾക്ക് മുൻപാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് ആ ആളുടെ പേര് ഞാൻ നോക്കുന്നത്, മാർക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേരിന്റെ തുടക്കം, MARK, മാർക്ക് എന്ന് പറയുന്ന. അദ്ദേഹം വളരെ പ്രശസ്തനായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു അമേരിക്കയിലുള്ള വളരെ പ്രശസ്തമായിരിക്കുന്ന ഒരു സഭയുടെ പാസ്റ്ററായിട്ടിരുന്ന ഈ മനുഷ്യനെ ആ സഭ അവിടെ നിന്ന് പിരിച്ചുവിട്ടു. അവിടെ ഈ തരത്തിലുള്ളതായിരിക്കുന്ന ഈ ഒരു പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചില കോൺട്രാക്ട് ഒക്കെ എഴുതി ഇത്ര ശമ്പളത്തിൽ നിയമിച്ച് അവർക്ക് ആ ഇത്ര വർഷത്തെ കോൺട്രാക്ട് ഒക്കെ കൊടുത്താണ് അവർ നിയമിക്കുക. അങ്ങനെ നിയമിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ നിന്ന് ഈ സഭയുടെ എൽഡർ ബോർഡ് പറഞ്ഞു വിട്ടു.
എന്താണ് കാരണം എന്നുള്ളത് വായിച്ചപ്പോഴാണ് ഞാൻ വാസ്തവത്തിൽ ഞെട്ടിപ്പോയത്. ഇദ്ദേഹം വേറെ ആരുടെയോ ഒരാളുടെ പ്രസംഗം എടുത്തുകൊണ്ട് വന്ന് അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞ് സഭയിൽ അവതരിപ്പിച്ചു. അല്ല, ഇതൊക്കെ ഇവിടെ ഒരു കാര്യമായിട്ട് ഒരു സീരിയസ് ആയിട്ട് നടപ്പാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ബാക്കി ഉണ്ടാവുമോ? അതായത് ഞാൻ പറയാം, ഇത് വളരെ ഗൗരവത്തിൽ ഇവിടെ ഉള്ളതായിരിക്കുന്ന ആൾക്കാര് തയ്യാറാക്കാൻ, ഇവിടെയുള്ള ആൾക്കാർ ശ്രമിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ പാലിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ സംഗതി മൊത്തം പ്രശ്നമാവും. നമുക്ക് പ്രസംഗം ഉണ്ടാക്കാനായിട്ട് ഇപ്പം കുറച്ച് പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ സാധിക്കും. ഞാനിപ്പം ബുധനാഴ്ച ഉണ്ടായ ഒരു കാര്യം പറയാം. മിനിഞ്ഞാന്നുണ്ടായ ഒരു കാര്യം. ഞങ്ങൾ കോളേജിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ബുധനാഴ്ച 3-ാമത്തെ അവർ ചാപ്പലാണ്. ആ ചാപ്പൽ സർവീസിൽ അവിടെ ഉള്ളതായിരിക്കുന്ന അധ്യാപകരിൽ ഒരാള് ഒരു പ്രസംഗം അവിടെ അവതരിപ്പിച്ചു. കാനാവിലെ കല്യാണത്തിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു. ആ കല്യാണത്തോട് ബന്ധപ്പെട്ട് കർത്താവ് ചെയ്തതായിരിക്കുന്ന കാര്യങ്ങളും അതുപോലെയുള്ള വിഷയങ്ങളായിരുന്നു. എന്നാൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിനകത്തോട്ട് ഇതേ സംഭവം തന്നെ, ഇതേ കാനാവിലെ കല്യാണം എന്നുള്ള ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില ചിന്തകൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഇരുന്നപ്പോൾ തന്നെ കടന്നു വന്നു. ഞാൻ ആ പ്രസംഗം കഴിഞ്ഞ് എൻ്റെ ഓഫീസിൽ പോയിരുന്ന്, ഞാൻ അവിടെ വാസ്തവത്തിൽ ഇരുന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഈ നാളെ കഴിഞ്ഞല്ല, അതിന്റെ അടുത്ത ഞായറാഴ്ച എനിക്കൊരു സഭയിൽ ഒരു സന്ദേശം കൊടുക്കാനായിട്ടുണ്ട്. ആ സന്ദേശം എന്ത് കൊടുക്കണം എന്നുള്ളതായ നിലയിൽ ഞാൻ ഇങ്ങനെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഞാൻ ഇരുന്ന ഒരു സമയത്തായിരുന്നു ഈ ഒരു സന്ദേശം ഞാൻ കേട്ടത്. ആ സന്ദേശത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചതായിരിക്കുന്ന 1-2 ചിന്തകളുണ്ട്. ആ സന്ദേശം മുഴുവനല്ല, ആ സന്ദേശത്തിൽ നിന്ന് ലഭിച്ചതായിരിക്കുന്ന 1-2 ചിന്തകൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ അതൊരു നല്ല ഒരു ചിന്തയായിട്ട് എൻ്റെ ഹൃദയത്തിൽ അതൊരു ഒരു ഒരു എന്നോട് സംസാരിച്ച ഒരു വിഷയമായിട്ട് തീർന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തെ ഒരു പ്രസംഗ രൂപത്തിലേക്കാക്കി അതിനുശേഷം മാറ്റിയെടുത്തു. അത് ദൈവാത്മാവ് ഹൃദയത്തോട് ഇടപെട്ടത് കൊണ്ടാണ് അത് അങ്ങനെ സാധിച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത്, ആ പ്രസംഗവും ഞാൻ കേട്ടതായിരിക്കുന്ന പ്രസംഗവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വേദഭാഗം ഏതാ? അതേ വേദഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ സഹോദരൻ പ്രസംഗിച്ച, അല്ലെങ്കിൽ ആ അധ്യാപകനായിരിക്കുന്ന വ്യക്തി പ്രസംഗിച്ച പ്രസംഗവും ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ തയ്യാറാക്കിയ പ്രസംഗവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത്, അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന ആശയങ്ങളോ ചിന്തകളോ ഒന്നും ഇതിനകത്തില്ല. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നിലയിലുള്ള ഒരു കാര്യം. അപ്പം ഞാൻ പറയട്ടെ, ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഒരേ തരത്തിലുള്ള പ്രസംഗങ്ങൾ മാത്രമല്ല തയ്യാറാക്കാൻ പറ്റുക. ഒരേ വേദഭാഗത്തു നിന്ന് തന്നെ 10-15 പ്രസംഗങ്ങൾ ചിലപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പല ആംഗിളുകളിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. അത് നമ്മുടെ വിഷയത്തിലേക്ക് പിന്നാലെ വരാം. ആ വിഷയം ഇപ്പോഴേ പറയേണ്ട കാര്യമല്ല. നമ്മുടെ വിഷയം വിഷയാധിഷ്ഠിത പ്രസംഗമാണ്. അപ്പൊ നിങ്ങൾ നാളെ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം, ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ നാളെ ചെയ്യേണ്ടത് ഒരു വിഷയം നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആ വിഷയത്തെ 3-4 പോയിന്റുകളായിട്ട് അത് വിഭജിച്ച് അതിന്റെ പല വശങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം ഹാനോക്കിന്റെ വിശ്വാസം അല്ലെങ്കിൽ ഈ ഹാബേലിന്റെ വിശ്വാസം എന്നൊരു വിഷയം ഞാൻ ഉദാഹരണത്തിന് പറയുക. ആ വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? അത് പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് എടുക്കാം. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നോഹയുടെ വിശ്വാസം, ഇതെല്ലാം വിഷയങ്ങളാണ്. വിശ്വാസം എന്നുള്ളത് മാത്രമല്ല കേട്ടോ വിഷയം. ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു വിഷയം എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ട് ഞാൻ അതങ്ങ് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് ഈ വിഷയത്തെ അധികരിച്ച് ചില സന്ദേശങ്ങൾ ഞാൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ആ വിഷയങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ പറയാനായിട്ട് വന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തെ അധികരിച്ചുകൊണ്ട് ഒരു സീരീസ് ഓഫ് സർമൺസ്, അതായത് കുറച്ച് തുടർച്ചയായിട്ട് ഒരു പ്രസംഗ പരമ്പര ഞങ്ങളുടെ സഭയിൽ തന്നെ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു വിഷയം എൻ്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് അത് തന്നെ നിങ്ങളോട് ഇങ്ങനെ പറയാനായിട്ട് കാരണമായത്. ഇപ്പൊ ഇവിടെ നോക്കുക, ഞാൻ വിഷയാധിഷ്ഠിത പ്രസംഗത്തിന്റെ ഒരു ഉദാഹരണം ആയിട്ട് ഇവിടെ നോട്ടിനകത്ത് വെച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു കാര്യം കുടുംബത്തിനെതിരെയുള്ള സാത്താന്റെ ആക്രമണമാണ്. അപ്പോ ഇതിനകത്ത് ഈ
പ്രസംഗക്കുറിപ്പായിട്ട് 2-3 പോയിന്റുകളാണ്, അല്ല സോറി 4 പോയിന്റുകളാണ് ആകെ എഴുതിയിട്ടുള്ളൂ. ഈ പ്രസംഗത്തിനകത്ത് 4 പോയിന്റുകളാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ ആ പോയിന്റുകൾ എഴുതുന്നതിന് മുൻപേ ഈ കുടുംബത്തിനെതിരെയുള്ള സാത്താന്റെ ആക്രമണം, അതിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത്, അഥവാ അവന്റെ അല്ല, ഈ പ്രസംഗത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ പ്രസംഗത്തിന്റെ ലക്ഷ്യം? വാട്ട് ഈസ് ദ എയിം ഓഫ് മൈ മെസ്സേജ്? ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ പ്രസംഗം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്? അത് നമ്മുടെ പ്രസംഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു. ഒരു ലക്ഷ്യമില്ലാതെ ഒരിക്കലും പ്രസംഗിക്കരുത്. ഞാൻ എന്തിനു വേണ്ടി ഈ പ്രസംഗം ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് എന്റെ പ്രസംഗത്തിന്റെ ലക്ഷ്യം? പിശാചിന്റെ ആക്രമണത്തിന്റെ വിവിധ വശങ്ങൾ തിരിച്ചറിയുക. അതായത് കുടുംബത്തെ പിശാച് ആക്രമിക്കുന്നതിന്റെ വിവിധമായിരിക്കുന്ന വശങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് എൻ്റെ പ്രസംഗത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോ അതിനകത്ത് കൊടുത്തിരിക്കുന്ന 4 പോയിന്റുകൾ ഇങ്ങനെയാണ്. ഇത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിൻ്റെതായിരിക്കുന്ന കുറച്ച് പോരായ്മകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എനിക്കിത് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തതായിരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞാനിത് കഴിഞ്ഞ ദിവസം എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല, ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവന്റെ ലക്ഷ്യം നശിപ്പിക്കലാണ്. ഓക്കെ, കുടുംബത്തിനെതിരെയുള്ള സാത്താന്റെ ആക്രമണം, എന്റെ പ്രസംഗത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പിശാചിന്റെ ആക്രമണത്തിന്റെ വിവിധമായിരിക്കുന്ന വശങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേത് ഞാൻ തിരിച്ചറിയേണ്ടതായിരിക്കുന്ന കാര്യം അവന്റെ ലക്ഷ്യം നശിപ്പിക്കലാണ്. അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ആധാരമായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത് 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളാണ്. ഒരു വേദഭാഗത്തു നിന്ന് മാത്രമല്ല നമ്മൾ പ്രസംഗം തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. 1 പത്രോസ് 5-ാം അധ്യായത്തിനകത്ത് എന്താ പറയുന്നത്? പിശാചിനെ കുറിച്ച് ഇവിടെ പറയുന്ന പിശാചിന്റെ ഒരു വലിയ രൂപത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ടല്ലോ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പിൻ. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ആ ഭാഗത്ത് തന്നെ ഉണ്ട്. പിശാച് നശിപ്പിക്കാനായിട്ട് നടക്കുകയാണ്. അവിടെ ഡിവോർ എന്നുള്ളതായിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ഈ വിഴുങ്ങുക എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം വാസ്തവത്തിൽ അതിന് തൊട്ട് മുമ്പുള്ളതായിരിക്കുന്ന വേദഭാഗം നിങ്ങൾ വായിച്ചാൽ അറിയാം. ഇത് ഞാൻ ഈ പറയുന്നത് ഒരു പ്രസംഗം നടത്താൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് ഒരു പ്രസംഗം നമ്മൾ ചെയ്യുമ്പം, അത് അവതരിപ്പിക്കുമ്പം ആ പോയിന്റിനോട് ചേർന്ന് എന്താണോ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വിശദീകരിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഈ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പലതരത്തിൽ ചെയ്യാൻ പറ്റും. പിശാചിന് നമുക്കെതിരെ പല നിലകളിൽ പ്രവർത്തിക്കാൻ പറ്റും. ദൈവവചനത്തിനെതിരായിട്ട് നമ്മളെ ആ നിലയിൽ നമ്മളെ നയിക്കാനായിട്ട്, നമ്മുടെ ചിന്തകളെ ആ നിലയിൽ നയിക്കാൻ പറ്റും. അച്ഛൻ എന്തോ പറഞ്ഞേ? ജീവിതത്തിൽ കഷ്ടതകൾ പിശാച് മാത്രമല്ല, ദൈവവും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ അനുവദിക്കാം. ആത്മീയ സാക്ഷ്യം നഷ്ടപ്പെടുത്തുക, പാപത്തിലേക്ക് നമ്മളെ നയിക്കുക, ഒക്കെ ഈ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ഇപ്പൊ അച്ഛൻ പറഞ്ഞ കാര്യം തെറ്റാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ ആ കഷ്ടതകൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റുമായിട്ട് ആ പോയിന്റിന് വളരെയധികം ബന്ധമുണ്ട്. കറക്റ്റ്. ഈ കഷ്ടതകൾ വരുമ്പോ ഇപ്പൊ ഈ പറയുന്നതായിരിക്കുന്ന കാര്യമുണ്ടല്ലോ, നമ്മളിപ്പോ വായിച്ചേക്കുന്ന 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോ അതിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ, കഷ്ടതകൾ വരുമ്പോ ആ പ്രശ്നത്തിനകത്ത് നമ്മളെ അങ്ങ് വിഴുങ്ങിക്കളയ. ശരിക്കും പറഞ്ഞാൽ ആ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മെ തളർത്തി, നമ്മെ വിഷാദ രോഗികളാക്കി, അല്ലെങ്കിൽ നമ്മളെ നിരാശയിലേക്ക് തള്ളിവിട്ട്, യഥാർത്ഥത്തിൽ പിശാച് നമ്മളെ വിഴുങ്ങുന്നത് അങ്ങനെയാണ്. നമുക്ക് ഒറ്റയടിക്ക് നശിപ്പിക്കാനായിട്ട് പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കും ഇങ്ങനെ പ്രവർത്തിക്കും എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ പിശാച് വിഴുങ്ങുന്നത് നമ്മളെ അങ്ങനെയാ വിഴുങ്ങുന്നേ, നിരാശയിൽ നമ്മെ വിഴുങ്ങിക്കളയുകയാണ്. ഇനി വേറെ പല അവസരങ്ങളിൽ, ഇത് നമ്മുടെ കോണ്ടെക്സ്റ്റ് അതാണ്. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ ഉള്ള കോണ്ടെക്സ്റ്റ് എന്താണ്? ഈ പറയുന്ന ആ നിരാശയിൽ അഥവാ ആകുല ചിന്തയിൽ നമ്മെ വിഴുങ്ങിക്കളയാണ്. അതുകൊണ്ടാണ്
പത്രോസ് അതിനോട് ചേർന്നൊരു വാക്യം പറയുന്നുണ്ട്. ഞാൻ നേരത്തെ ആ വാക്യം ഉദ്ധരിച്ചതാ. അതിന്റെ 7-ാമത്തെ വാക്യത്തില് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ കാര്യം പറയുന്നത്. എന്താണെന്നറിയാമോ? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ ആകുല ചിന്തകളും നിങ്ങളുടെ വിഷമങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളണം, സൂക്ഷിച്ചോളണം. എന്താ കാര്യം? നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ഈ നിലയിലുള്ള കാര്യങ്ങൾ സമർപ്പിച്ച് ആ നിലയിൽ ദൈവത്തിന്റെ കയ്യിൽ ഈ കാര്യങ്ങളെല്ലാം ഫലമേൽപ്പിച്ചില്ലെങ്കിൽ, പിശാച് ഈ സന്ദർഭം മുതലെടുത്ത് ഈ ആകുല ചിന്തയിൽ, ഈ ചിന്താകുലത്തിൽ നിങ്ങളെ വിഴുങ്ങിക്കളയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ അവിടെ അടുത്ത് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ ഉള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. പിശാചിനോട് എങ്ങനെ എതിർത്ത് നിൽക്കണ്ടേ? വടിയും പത്തലും എടുത്തോണ്ടാണോ? അല്ലെ വടി, ചില ആൾക്കാർ കുരിശൊക്കെ എടുത്തോണ്ട് ചെന്ന് പിശാച്, ഈ കുരിശ് കണ്ടാലൊന്നും പിശാച് എവിടെയും പോകില്ല കേട്ടോ. നമ്മളൊക്കെ വെറുതെ ചുമ്മാ തെറ്റിദ്ധാരണയായിട്ട് ഇരിക്കുന്ന, കുരിശിന്റെ ചുറ്റും നടക്കുന്ന പിശാചുകളുണ്ട്. കുരിശ് കണ്ടുകൊണ്ടൊന്നും പിശാചോടില്ല. പിശാചിനോട് എതിർത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളതായിരിക്കുന്ന കാര്യം വചനത്തിൽ എഴുതിയിട്ടുണ്ട്. സഹോദര വർഗത്തിന് ഈ വക കഷ്ടപ്പാടുകൾ പൂർത്തിയായി, ഇതൊക്കെ ദൈവം ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി, നല്ലതിന് വേണ്ടി അനുവദിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായിട്ട് അവനോട് എതിർത്ത് നിൽക്കണം. അപ്പോ ഇവൻ നശിപ്പിക്കാനായിട്ട് വരുമ്പം, ഇല്ലട ഞാൻ നശിക്കില്ല, നീ എന്തെല്ലാം ശ്രമിച്ചാലും, നീ ഏതെല്ലാം തരത്തിൽ എന്നെ ഈ തരത്തിലുള്ളതായിരിക്കുന്ന കാര്യത്തിലേക്കൊക്കെ കടത്തിവിട്ടാലും, ഞാൻ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവനായതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് തിരിച്ച് പിശാചിനോട് പറയാൻ കഴിയുന്നതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് ഈ പറയുന്ന അവന്റെ ലക്ഷ്യം നശിപ്പിക്കലാണ്. മനസ്സിലാക്കി? ഇപ്പം ഒരു കാര്യം ഞാൻ വിഴുങ്ങുന്ന കാര്യം പറഞ്ഞല്ലോ, ഇനി അതിനകത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പ്രസംഗം ഉണ്ടാക്കി പോകാം. ദ്രവ്യാഗ്രഹത്തിൽ നമ്മെ വിഴുങ്ങിക്കളയാനായിട്ട് പിശാചിന് കഴിയും. ഈ 2 കൊരിന്ത്യർ, ഞാനിപ്പോ എന്റെ മനസ്സിലോട്ട് വരുന്നതായിരിക്കുന്ന ഒരു വാക്യമാണ്. എനിക്ക് തോന്നുന്നത് 2 കൊരിന്ത്യർ 11-ലാണ് എന്ന് എനിക്ക് തോന്നുന്നു. പൗലോസ് അപ്പോസ്തലൻ തന്റെ ദൈവാത്മാവിനാൽ താൻ പ്രേരിതനായിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ്. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ആരെങ്കിലും ഒന്ന് വായിച്ച ആ വാക്യം. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഇവിടെ നിങ്ങൾ ഒന്ന് നോക്കിയേ, നിങ്ങൾ ഈ ആശയം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കിപ്പോ ഒരു പ്രസംഗം തയ്യാറാക്കണമെങ്കിൽ സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചിന്തിച്ചാലേ പറ്റുള്ളൂ. പിശാച് നമ്മെ തോൽപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. ഏത് കാര്യത്തിൽ തോൽപ്പിക്കുന്ന കാര്യം അവിടെ പറഞ്ഞേക്കുന്നത് എന്നൊന്ന് വായിച്ചു പറഞ്ഞു എന്നോട്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്ത് കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്? സഹോദരന് വെരി ഗുഡ്, സഹോദരനോട് ക്ഷമിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഈ വാക്യം പലപ്പോഴും എടുത്ത് വായിക്കാറുള്ളതല്ലേ? പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന, അവൻ നമ്മെ തോൽപ്പിക്കരുത് എന്നും, ഇല്ലേ? അവിടെ നമ്മൾ വായിക്കുന്ന അങ്ങനെ തന്നെയല്ലേ? സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പിശാച് നമ്മെ തോൽപ്പിക്കും ചില കാര്യത്തില്. ഏത് കാര്യത്തിലാണെന്ന് അവിടെ നമ്മൾ നോക്കുക. അവിടെ അതിന് തൊട്ട് മുൻപുള്ളതായിരിക്കുന്ന വാക്യം വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞേച്ചാണ് എന്ത് പറയുന്നത്? സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. ചിലപ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് അവനോട് ക്ഷമിക്കരുത്, അവൻ ക്ഷമ അർഹിക്കുന്നില്ല എന്നൊക്കെയുള്ള ശബ്ദമൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ആരാണ്ട് പറയുന്നത് പോലെ, അവനോട് ഒരു കാരണവശാലും ക്ഷമിക്കാൻ പാടില്ല, അവൻ ക്ഷമ അർഹിക്കുന്നില്ല. ഇത് എവിടെ നിന്നാ ഈ ശബ്ദം വരുന്നതെന്നറിയാവോ? ഇത് വരുന്നത് പിശാചിന്റെ അടുത്തുനിന്നാ. ദൈവം ആരോടെങ്കിലും ക്ഷമിക്കരുതെന്ന് പറയുമോ? നീ ഒരിക്കലും അവനോട് ക്ഷമിക്കരുതട്ടോ എന്ന് ദൈവം പറയില്ല. അത് പറയുന്നത് പിശാചാണ്. ആ ശബ്ദം കേൾക്കുമ്പോഴാണ് നമ്മൾ തോറ്റുപോകുന്നത്.
ഏത് ശബ്ദം കേൾക്കുമ്പോൾ? ഈ പിശാചിന്റെ ശബ്ദം കേൾക്കുമ്പോൾ. ദൈവത്തിന്റെ ചിന്തയ്ക്കും ദൈവത്തിന്റെ വചനത്തിനും എതിരായിട്ട് നാം ഓരോരോ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പിശാച് വാസ്തവത്തിൽ നമ്മെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോ വാസ്തവത്തിൽ എന്തിനാ ഇതൊക്കെ പറഞ്ഞെന്നറിയാമോ? ഈ വിഷയാധിഷ്ഠിത പ്രസംഗം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ ഓരോരോ ഭാഗങ്ങളെ, ഓരോരോ വിഷയങ്ങൾ, പിശാചിന് ഏതെല്ലാം നിലയിൽ നമ്മെ തോൽപ്പിക്കാനായിട്ട് സാധിക്കും, ഏതെല്ലാം നിലയിൽ നമ്മെ നശിപ്പിക്കാനായിട്ട് സാധിക്കും, ഇതൊക്കെ നമ്മുടെ വിഷയത്തിന്റെ ഭാഗമായിട്ട് ഓരോരോ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മാറി 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 പറയാനായിട്ട് കഴിയും. ആ ചോദ്യം ഞാൻ മനസ്സിലാക്കിയത് ശരിയായിട്ടുള്ള നിലയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനിങ്ങനെ മറുപടി പറയും. പിശാച് എങ്ങനെയാണ് നമ്മെ സ്വാധീനിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന വിശ്വാസിയോടുള്ള ബന്ധത്തിൽ വ്യക്തമായിട്ട് പറയാനായിട്ട് കഴിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വിഷയം അതല്ല കേട്ടോ, എങ്കിലും ഞാൻ പറയുവാണ്. പിശാചിനെ പൂർണ്ണമായിട്ടുള്ള നിലയിൽ ജയിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഒരു വിശ്വാസിക്കുണ്ട്. കാരണം ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊണ്ട് നമുക്ക് പോരാടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ തന്നെ അവിടെ നിന്ന് നമ്മൾ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ മറ്റുള്ളതായിരിക്കുന്ന വേദഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഈ അന്ധകാര ലോകത്തിലുള്ളതായിരിക്കുന്ന സേനയോടും ദുഷ്ടാത്മ സേനയോടും ഒക്കെ ഉള്ളതായിരിക്കുന്ന നമ്മുടെ യുദ്ധം അല്ലെങ്കിൽ പോരാട്ടം എന്ന് പറയുന്നത് ആ നിലയിലുള്ള ഒരു കാര്യമാണ്. അവിടെ നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നിട്ടുള്ള ആ സർവായുധ വർഗമാണ്, ദുഷ്ടനെ ജയിക്കാനായിട്ടുള്ള ആ സർവായുധ വർഗമാണത്. ആ ആയുധം ശരിയായിട്ടുള്ള നിലയിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൽ എവിടെയെങ്കിലും നമുക്ക് പരാജയം സംഭവിക്കുമ്പോഴാണ് ഈ പിശാചിന് നമ്മെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കയറി ആക്രമിക്കാനായിട്ടും അതല്ലെങ്കിൽ നമ്മുടെ മേൽ ജയമെടുക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത്. ഇനി ഒന്നുകൂടെ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടാണ്. നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടെന്ന് ഞാൻ പറയുമ്പോൾ, നമ്മൾ നിൽക്കേണ്ടതുപോലെ നിന്നാൽ ഈ പിശാചിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോ വേറൊരു വാക്യം അതിനോടുള്ള ബന്ധത്തിൽ പറയാൻ കഴിയുന്നത്, എനിക്ക് തോന്നുന്നത് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ എന്ന് പറയുന്നു. നമ്മൾ ആ വാക്യം വായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ പരിചയമുള്ളൊരു വാക്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത് ഹി ദാറ്റ് ഈസ് ഇൻ യു ഈസ് ഗ്രേറ്റർ ദാൻ ഹി ദാറ്റ് ഈസ് ഇൻ ദ വേൾഡ് എന്നാണ്. ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നിങ്ങളിലുള്ളവൻ. അപ്പോ ഈ ലോകത്തിലുള്ളവൻ എന്ന് പറയുന്നത് ആരാ? പിശാചാണ്. നിന്നിലുള്ളവൻ അല്ലുവ എന്നിലുള്ളവൻ അല്ലെങ്കിൽ നിങ്ങളിലുള്ളവൻ എന്ന് പറയുന്നത് ആരെ കുറിച്ചാ? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ആ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലുള്ള പിശാചിനേക്കാൾ വലിയവനാണ്. അപ്പൊ ഞാൻ വാസ്തവത്തിൽ പിശാചിനോട് പടവെട്ടുമ്പോ ഞാൻ എന്റെ ശക്തിയും കൊണ്ടല്ല പിശാചിനോട് യുദ്ധം ചെയ്യുന്നത്. ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഞാൻ പിശാചിനോട് യുദ്ധം ചെയ്യുന്നത്. അപ്പോ ആ അർത്ഥത്തിലാണ് ഈ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് ആത്മാവിന്റെ വാൾ എന്നൊക്കെ പറയുമ്പോൾ, ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാത്മാവിന്റെ സഹായത്താലാണ് ഈ സർവായുധ വർഗം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അത് ശരിയായ നിലയിൽ ഉപയോഗിച്ചാൽ പിശാച് ഇതിനെ പരാജയപ്പെടുത്താനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, മറ്റൊരു വശം, ഇത് തന്നെ ഇപ്പൊ വേറൊരു മെസ്സേജാണ്, ഒരു വിഷയമാണ്. അപ്പോ പിശാചിനെ എങ്ങനെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ, ഇത് വരുന്ന സർവായുധ വർഗമാണ്. മറ്റൊന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്ന. ആര്? പിശാച്. അപ്പോ പിശാചിനെ നമുക്ക് തോൽപ്പിക്കാനായിട്ട് കഴിയുന്ന മറ്റൊരു കാര്യമാണ് ദൈവത്തോട് കൂടുതൽ അടുക്കുക എന്നുള്ളത്. അപ്പൊ ദൈവത്തോട് കൂടുതൽ അടുക്കുക എന്നുള്ളത് വെറുതെ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ പോരാ. നമ്മൾ അടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ സാധിക്കുന്നത് എന്നുള്ളതിന് തെളിവുകളും നമ്മൾ അതിനോടുകൂടെ പറയാം. തീർച്ചയായിട്ടും. അപ്പൊ ആ ദൈവത്തോട് കൂടുതൽ അടുക്കുക എന്നുള്ളത് പിശാച് നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ട്. നമ്മൾ ഈ അടുത്തു പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്ന് പറയുന്നതിന്റെ അർത്ഥം പിശാചിനെ ശാരീരികമായിട്ടുള്ള നിലയിലുള്ള അകലം പാലിച്ച് ഓടിപ്പോകുന്നുള്ള അർത്ഥത്തിലല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയാത്ത നിലയിലുള്ള ഒരു സാഹചര്യം നമ്മൾ അവിടെ സൃഷ്ടിക്കുക. പിശാചിന് നമ്മെ തോൽപ്പിക്കാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ തന്നെ ഒരു പ്രതിരോധം തീർക്കുകയാണ് ദൈവാത്മാവിന്റെ സഹായത്താൽ. ഓക്കെ, ഞാൻ നമ്മുടെ ഇതിലേക്ക് മടങ്ങി വരട്ടെ. ഒന്ന്, അവന്റെ ലക്ഷ്യം നശിപ്പിക്കലാണെന്നുള്ളത് നമ്മൾ 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-9 വാക്യത്തിൽ പറഞ്ഞു. അതിൽ പിന്നെ നമുക്ക് പിന്നെയും വേണമെങ്കിൽ സബ് പോയിന്റുകൾ ഉണ്ടാക്കാനായിട്ട് ഏതെല്ലാം തരത്തിൽ പിശാചിനെ നമ്മെ നശിപ്പിക്കാനായിട്ട് കഴിയും, 1, 2, 3, 4 വേറെ പോയിന്റുകൾ നമുക്ക് ഉണ്ടാക്കാം.
മറ്റൊരു കാര്യം, അവന്റെ ആഗ്രഹം എന്നുള്ളത് നമ്മെ ഗോതമ്പ് പോലെ നമ്മള് ഈ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഗോതമ്പ് പോലെ പാറ്റിക്കളയുക എന്നാണ് അല്ലെ. അവിടെ അവന്റെ ആഗ്രഹം നമ്മെ ഗോതമ്പ് പോലെ പാറ്റിക്കളയുക എന്നുള്ളതാണ്. 22-ന്റെ 31-32 എവിടെ എഴുതി വെച്ചേക്കുന്നത്? അത് ഞാൻ അല്ലേ? ഓക്കെ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31-32 വാക്യങ്ങൾ. എന്താണ് നമ്മുടെ വിഷയം? നമ്മുടെ വിഷയം നമുക്കെതിരെ അഥവാ കുടുംബത്തിനെതിരെ ഉള്ളതായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവമക്കൾക്കെതിരെ എന്നും കൂട്ടിക്കോ. ഇങ്ങനെ ഇപ്പൊ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എല്ലാ വാക്യങ്ങളിലും ആ കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തെ ചിലപ്പോൾ എല്ലാ വാക്യങ്ങളിലും കണ്ടുവന്ന് വരില്ല. അതുകൊണ്ട് കുടുംബം എന്നുള്ളതിന് പകരം വിശ്വാസികൾക്കെതിരെ, ദൈവമക്കൾക്കെതിരെ സാത്താന്റെ ആക്രമണം എന്നുള്ള നിലയിൽ ആ വിഷയത്തെ നമുക്ക് വേണമെങ്കിൽ ആക്കാം. അപ്പോ അവന്റെ ലക്ഷ്യം നശിപ്പിക്കലാണ്. ഏത് നിലയിലുള്ള നശിപ്പിക്കലാണ്? നമ്മുടെ രക്ഷയെ നശിപ്പിക്കാനായിട്ട് പിശാചിന് കഴിയില്ല. കാര്യം രക്ഷ പിശാച് തന്നതല്ല, നമ്മൾ ഉണ്ടാക്കിയതല്ല, ദൈവം തന്ന രക്ഷയാണ്. ദൈവം തന്ന രക്ഷയെ പിശാചിനെ നശിപ്പിക്കാനായിട്ട് കഴിയില്ല. അപ്പോ നശിപ്പിക്കാനായിട്ട് അവൻ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ സമാധാനം നശിപ്പിക്കുക, നമ്മുടെ ഞാൻ അതാ ആദ്യം പറഞ്ഞത്, നമ്മുടെ ആകുല ചിന്തകളാൽ നമ്മളെ ഭാരപ്പെടുത്തി, നമ്മുടെ വിചാരങ്ങളാൽ നമ്മെ മുക്കിക്കളയുക. ഇതൊക്കെ പിശാചിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. പിന്നെ അവന്റെ ആഗ്രഹം ഗോതമ്പ് പോലെ പാറ്റിക്കളയലാണ്. എന്താ ഈ ഗോതമ്പ് പോലെ പാറ്റിക്കളയുക എന്ന് പറഞ്ഞാൽ? അവിടെ നമ്മൾ ആ വാക്യം നോക്ക്. നമ്മൾ ആ ലൂക്കോസിന്റെ സുവിശേഷം 22 എന്താണ് അവിടെ പറയുന്നതായിരിക്കുന്ന ഭാഗം, അതിന്റെ ആശയം എന്താണെന്നുള്ളത് ആ ഭാഗം തന്നെയാണല്ലോ ഏറ്റവും നന്നായിട്ട് നമുക്ക് വിശദീകരിച്ച് തരാൻ കഴിയുക. നോക്കിയേ, അവിടെ 31-32 വാക്യത്തിൽ വളരെ വ്യക്തമാണ് എന്താണ് ആ പിശാച് പാറ്റിക്കളയാനായിട്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അവിടെ രണ്ടാമത്, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ. അപ്പൊ എന്താ ഈ പാറ്റിക്കളയാന്ന് ഉദ്ദേശിച്ചേ? വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളതാണ്. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്ന് ഈ കർത്താവ് അവനോട് പറയുമ്പോൾ പിശാച് ചെയ്യുന്നതായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കാനായിട്ട്, വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട്. അഥവാ ദൈവത്തിലുള്ളതായിരിക്കുന്ന നമ്മുടെ ആശ്രയം, ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുക. അത് പലതരത്തിൽ സാധിക്കും. ഇവൻ ചെയ്ത ഏറ്റവും ആദ്യത്തെ പരിപാടി എന്തായിരുന്നു എന്നറിയാമോ? പിശാച് ചെയ്ത ഏറ്റവും ആദ്യത്തെ പരിപാടി എന്നായിരുന്നു? ഏദൻ തോട്ടത്തിൽ ചെന്ന് ചെയ്ത പരിപാടി എന്നായിരുന്നു? സംശയം ജനിപ്പിച്ച് അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുകയായിരുന്നു. ഈ ആദാമിന്റെ പാപം എന്തായിരുന്നു എന്നുള്ളത് വേദപുസ്തകത്തിൽ ഏതോ ഒരു ഭാഗത്ത്, ഞാൻ കൃത്യമായിട്ട് ആ വേദഭാഗം ഓർക്കുന്നില്ല കേട്ടോ, അവിശ്വാസമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ പിന്നെ എവിടെയെങ്കിലും നോക്കി കണ്ടുപിടിച്ചോ. പക്ഷെ ആദം അവിശ്വാസമാണ് അവന്റെ പാപം എന്നുള്ളത് വേദപുസ്തകത്തിൽ, പഴയ നിയമത്തിൽ തന്നെ എവിടെ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ അവിശ്വാസം ആദമിൽ ഉണ്ടാക്കിയത് ഈ പിശാച് ചെന്ന് ചെയ്തതായിരിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താ? ഒരു ചോദ്യം ചോദിച്ചു ഹവ്വയുടെ അടുത്ത്. ഇത് തിന്നരുത് എന്നവൻ വാസ്തവമായിട്ട് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോ നമ്മൾ ഈ ഒരു കാര്യം നോക്കുമ്പോ സംശയം ജനിപ്പിക്കുക. ആ സംശയം ജനിപ്പിച്ച് ദൈവം പറഞ്ഞതായിരിക്കുന്ന വാക്കിനേക്കാൾ പിശാച് പറയുന്ന വാക്കാണ് സത്യമെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വഞ്ചിച്ചു. ഇത് തന്നെയാണ് വാസ്തവത്തിൽ ഈ പിശാച് തൻ്റെ ക്രിസ്തുവിന്റെ, കർത്താവിന്റെ ശിഷ്യന്മാരുടെ ഹൃദയത്തിനകത്തേക്കും പകർന്നതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ കർത്താവിന്റെ ശിഷ്യന്മാര്, കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ അവരോട് പറഞ്ഞിരുന്നു ഇല്ലേ? അവന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, അവന്റെ അടക്കത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. അവർ ജീവിച്ചിരുന്നതായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കർത്താവിന്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചും അവരോട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ളതായിരിക്കുന്ന വേദഭാഗത്ത് വായിക്കുമ്പോൾ അവൻ പറയുന്നത്, എന്നിലും ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാനായിട്ട് പോകുന്നു ഇല്ലേ? ഇതെല്ലാം കർത്താവ് പറഞ്ഞിരുന്നല്ലേ? അപ്പൊ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. പിന്നെന്തിനാ ഇവരെല്ലാവരും ഓടിപ്പോയെ? ഇവരെല്ലാവരും പിന്നെ ഓടിപ്പോയെന്ന് ഈ പിശാച് ഇവരുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നതായിരിക്കുന്ന സംശയമാണ്. കർത്താവ് പറഞ്ഞതായിരിക്കുന്ന വാക്കിൽ അവിശ്വാസമുള്ളത് കൊണ്ടാണ് ഇവരെല്ലാം പേടിച്ച് ഓടിപ്പോയത്.
ഇവരെല്ലാം പേടിച്ചു ഓടിപ്പോയി. പക്ഷേ ഇവരെ എല്ലാവരെയും കർത്താവ് ചെയ്ത്, ഇപ്പൊ ഈ ശീമോൻ തന്നെ, ഈ ശീമോൻ പത്രോസിനെ ഇവിടെ കർത്താവ് പറയുന്നതായിരിക്കുന്ന കാര്യം എന്നറിയാമോ? നിങ്ങളെ എന്ന് പറയുന്നത് ബഹുവചനമാണ്. നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, ഞാനോ നിന്റെ എന്ന് പറയുന്നത് ഏകവചനമാണ്. നിങ്ങളുടെ എന്നല്ല പറഞ്ഞേക്കുന്നത്. നിങ്ങളെ പാറ്റേണ്ടതിന് അവൻ കൽപ്പന ചോദിച്ചു, ഞാനോ നിങ്ങളുടെ വിശ്വാസം എന്നല്ല, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. പത്രോസിനെ കുറിച്ച് തന്നെയാണ് കർത്താവ് അവിടെ പറയുന്നത്. നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെന്നല്ല, പക്ഷെ പത്രോസിനോട് വ്യക്തിപരമായി കർത്താവ് പറയുവാണ്, ഞാൻ നിനക്ക് വേണ്ടി. കാരണം പത്രോസിനോടുള്ള ബന്ധത്തിൽ കർത്താവിന് വളരെ വ്യക്തമായിട്ട് ചില ലക്ഷ്യങ്ങളുണ്ട്. അതിനുശേഷം അവിടെ പിന്നെയും പറയുന്നുണ്ട്, അതിന് താഴോട്ട്, എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. എല്ലാവരും ഓടിപ്പോയല്ലോ, എല്ലാവരും കർത്താവിനെ വിട്ട് ഓടിപ്പോയി. ആകെ ഓടിപ്പോകാതിരുന്നതെന്ന് പറയാനായിട്ട് സാധിക്കുന്ന ഒരാൾ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലനാണ്. കാരണം കർത്താവിനെ ഈ വിചാരണ ചെയ്യുന്ന സമയത്തൊക്കെ യോഹന്നാൻ കർത്താവിനോട് കൂടെ ചെന്നിരുന്നു. പത്രോസ് ഒരു അകലം വിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുക ചെയ്തു. ഓക്കെ, അതൊക്കെ ഈ നമ്മുടെ ഈ സന്ദേശത്തിനകത്തൊക്കെ നമുക്ക് ചേർത്ത് പറയാനായിട്ട് പറ്റുന്നതായിരിക്കുന്ന ചില കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അതൊക്കെ ചേർത്ത് പറയുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ പത്രോസിനെ മാത്രമാണല്ലോ കർത്താവ് വിളിച്ചുകൊണ്ടൊന്ന് തിരിച്ച് യഥാസ്ഥാനപ്പെടുത്തിയിട്ട് എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എന്റെ ആടുകളെ പാലിക്കുക എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന സന്ദേശം കൊടുത്ത് അവനെ യഥാസ്ഥാനപ്പെടുത്തി. അതാണ് കർത്താവിന്റെ ആ ഒരു പ്രത്യേകമായിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ വിശ്വാസത്തെ നശിപ്പിച്ചു കളയാൻ വേണ്ടി പിശാച് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന് 31-32 വാക്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? അവൻ നമ്മെ ആക്രമിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ പിശാച് അവൻ നമുക്കെതിരായി കോട്ടകൾ പണിയുന്നവനാണ്. അവൻ നമുക്കെതിരെ കോട്ടകൾ പണിയുന്നവനാണ്. നോക്കി, 2 കൊരിന്ത്യർ 10-ാം അധ്യായം ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസംഗമാണ്. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെ ഉള്ളതായിരിക്കുന്ന വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നേ: ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നദ്ധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ളതായിരിക്കുന്ന അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. നോക്കി, അവിടെ ഈ കോട്ടകൾ, സ്ട്രോങ് ഹോൾസ്, അഥവാ പലതരത്തിൽ ദൈവത്തിന്റെ മക്കൾക്കെതിരായിട്ട് പിശാച് പണിയുന്നതായിരിക്കുന്ന ചില കോട്ടകളെ കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത്. അതിനെ നമുക്ക് പിന്നാലെ വേറെ വിശദീകരിക്കാം. ഏതെല്ലാം തരത്തിലുള്ളതായിരിക്കുന്ന കോട്ടകളാണ് പിശാച് നമുക്കെതിരെ കെട്ടിപ്പൊക്കുന്നത്. അവൻ നമുക്കെതിരെ കോട്ടകൾ പണിയുന്നതായിരിക്കുന്ന പരിപാടിയാണ്. നമുക്കെതിരെ പലതരത്തിലുള്ളതായിരിക്കുന്ന കോട്ടകൾ പിശാച് കൊണ്ടുവരും. പലതരത്തിലുള്ളതായിരിക്കുന്ന തടസ്സങ്ങൾ. അത് ചിലപ്പം ഞാൻ പറയട്ടെ, ഈ കാര്യം പറയുമ്പോൾ നമുക്കിതൊക്കെ വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ പിശാച് നമുക്കെതിരെ പണിയുന്നതായിരിക്കുന്ന കോട്ടകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന തത്വജ്ഞാനപരമായിട്ടുള്ള നിലയിലുള്ള കോട്ടകൾ നമുക്കെതിരെ പിശാച് പൊക്കിക്കൊണ്ടുവരും. വേദപുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആരാ പറഞ്ഞ? ദൈവം സൃഷ്ടിച്ചതാണ്. ഇന്ന് കോളേജിൽ പഠിപ്പിക്കുന്നതും സ്കൂളിൽ പഠിപ്പിക്കുന്നതും എല്ലാം ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് പൊങ്ങുന്ന ഉയർച്ചകളാണ്. ഏതാണ്? പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. പല സിദ്ധാന്തങ്ങൾ നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം ദൈവവിശ്വാസത്തിനെതിരായിട്ടുള്ളതാണ്. അതെല്ലാം പിശാച് പൊക്കിക്കൊണ്ടുവരുന്നതായിരിക്കുന്ന കോട്ടകളാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ദേശത്ത് സുവിശേഷത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ പല രാഷ്ട്രീയമായിരിക്കുന്ന സംഭവ വികാസങ്ങളും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. അതെല്ലാം പൊക്കിക്കൊണ്ടുവരുന്നത് ആരാ? ഈ പിശാചാണ്. പിശാച് അതിനുള്ളതായിരിക്കുന്ന നിലയിലുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പലതരത്തിലുള്ള നിലയിൽ നമുക്ക് തടസ്സം കൊണ്ടുവരുന്നത്, നമ്മളെ ആത്മീയമായിട്ട് വളർത്തുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നതായിരിക്കുന്ന പല പ്രവർത്തികളും ഈ പിശാചിന് വേണമെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റും.
നമ്മളൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പോകാനായിട്ടിരിക്കുമ്പോൾ, നമ്മളൊരു ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന ഒരു തടസ്സം കൊണ്ടൊന്ന് നമ്മളെ ആ മീറ്റിങ്ങിന് പോകാതിരിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയി നമ്മൾ നന്നാവാതിരിക്കാനായിട്ടോ അല്ലെങ്കിൽ നേരായ വഴിയിലേക്ക് വരാതിരിക്കാനായിട്ടോ തടസ്സപ്പെടുത്താനായിട്ടുള്ള ശ്രമം, ഇതൊക്കെ കോട്ടകൾ ഉണ്ടാക്കിക്കൊണ്ടുവരും. അപ്പോൾ ഇപ്പൊ നമ്മൾ ചിന്തിച്ച വിഷയം എന്നാ, വിശ്വാസികൾക്കെതിരെ അല്ലെങ്കിൽ കുടുംബത്തിനെതിരെ, നമ്മുടെ ദൈവമക്കൾക്കെതിരെയുള്ള പിശാചിന്റെ ആക്രമണം എന്നുള്ളൊരു പൊതുവായിട്ടുള്ള ഒരു സംഭവം എടുത്തു. നമ്മുടെ പ്രസംഗത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവന്റെ ആക്രമണത്തിന്റെ വിവിധമായിരിക്കുന്ന വശങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ പറഞ്ഞു അവന്റെ ലക്ഷ്യം നശിപ്പിക്കലാണ്. അവന് വിഴുങ്ങാനായിട്ട് വരുന്ന ഇങ്ങനെ പല കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മെ നശിപ്പിക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നതാണ്. അവന്റെ ആഗ്രഹം ഗോതമ്പ് പോലെ നമ്മെ പാറ്റിക്കളയുന്നതാണ്. നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കി നശിപ്പിക്കാനായിട്ടുള്ള നിലയിലുള്ള ശ്രമം പിശാച് നടത്തുന്നുണ്ട്. അത് വേറൊരു രീതിയാണ്. മൂന്നാമത്തേത്, അവന്റെ രീതി കോട്ടകൾ പണിയുന്നതാണ്. നമുക്കെതിരായിട്ട് കോട്ടകൾ പണിയുകയാണ്. അപ്പൊ ഈ കോട്ടകൾ പണിയുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ പ്രസംഗത്തിൽ വിശദീകരിച്ചു കൊടുക്കണം. ചുമ്മാ വെറുതെ നമുക്കെതിരെ കോട്ടകൾ പണിയുക എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന ആൾക്ക് എന്താ മനസ്സിലാവുക? ഏതാണ് ഈ കോട്ട? ഏതെല്ലാം തരത്തിലുള്ളതായിരിക്കും? ഇതാണ് ഞാൻ ഇതിന്റെ തുടക്കത്തില് പറഞ്ഞിരുന്നു, നമ്മുടെ ചില പ്രയോഗങ്ങള് നമ്മൾ വിചാരിക്കുന്നത് കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന, പക്ഷെ അത് വിശദീകരിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ കേൾവിക്കാർക്ക് മനസ്സിലാവില്ല. പിശാച് നമുക്കെതിരെ കോട്ട കെട്ടുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് അതുകൊണ്ട് ചിലപ്പം ഉൾക്കൊള്ളേണ്ടതായിരിക്കുന്ന ഒരു കാര്യം മനസ്സിലായെന്ന് വരില്ല. പിശാച് നമുക്കെതിരെ കോട്ട പണിതുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, എന്താണ് ആ കോട്ട എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വിശദീകരിച്ചു കൊടുക്കണം. അത് വിശദീകരിക്കുമ്പോഴാണ് കേൾവിക്കാരന് മനസ്സിലാകുന്നത്, പിശാച് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. എന്റെ വിശ്വാസത്തെ നശിപ്പിക്കാനായിട്ട്, ഞാൻ ആത്മീയമായി വളരുന്നത് തടയാനായിട്ട്, എന്റെ മുൻപോട്ടുള്ളതായിരിക്കുന്ന ഗമനം തടയാൻ വേണ്ടി, അഥവാ ഞാൻ കർത്താവിലേക്ക് അടുക്കുന്നത് തടയാൻ വേണ്ടി എനിക്കെതിരെ പിശാച് കെട്ടുന്നതായിരിക്കുന്ന ഏത് കാര്യവും, എനിക്കെതിരെ തടസ്സമായിട്ട് കൊണ്ടുവരുന്ന ഏത് കാര്യവും അവൻ കെട്ടുന്ന കോട്ടയാണ്. അവിടെയാണ് നമ്മൾ ആ വിഷയം കൊടുക്കുന്നത്. ഓക്കെ, നാലാമത്തെ കാര്യം, ഇത് ആ പ്രസംഗത്തിന്റെ നാലാമത്തെ പോയിന്റാണ്. അവന്റെ ഉദ്ദേശം നമ്മെ പാപത്തിൽ പൂർണ്ണമായിട്ട് ബന്ധിച്ചിടുക എന്നുള്ളതാണ്. പിശാചിന്റെ മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മെ പാപത്തിലേക്ക് പൂർണ്ണമായിട്ട് ബന്ധിച്ചിടുക. അതിന് ഒരു വേദഭാഗം എന്ന് പറയുന്നത് 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിന്റെ 24 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളാണ്. കർത്താവിന്റെ ദാസൻ ചണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്ര ഇരിക്കേണ്ടത്. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് ആകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്നൊഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. ഇതെന്താണ് ഇപ്പൊ ഈ പറഞ്ഞതായിരിക്കുന്ന വിഷയമായിട്ട്? പാപത്തിൽ ബന്ധിച്ചിടുക. അഥവാ പലപ്പോഴും ഈ പിശാചിന് അടിമപ്പെട്ടുകൊണ്ട് പല തെറ്റായിട്ടുള്ള പ്രവർത്തികളും ചെയ്യുന്ന ആളുകള് അവര് ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കുന്നത് പോലും ഇല്ല. നമുക്ക് പലതരത്തിലുള്ളതായിരിക്കുന്ന എതിർപ്പുകൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇവിടെ ഇപ്പം കർത്താവിന്റെ തിമോത്തിയോസിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പൗലോസ് പറയുന്നത്. വിരോധികൾ എന്ന് പറയുന്നത് ആരുടെ വിരോധികൾ? സുവിശേഷത്തിന്റെ വിരോധികളാകാം, ആ കൂട്ടത്തിൽ തിമോത്തിയോസിനെതിരായിട്ട് നിൽക്കുന്നവരാകാം. തിമോത്തിയോസ് ആരാ? തിമോത്തിയോസ് പൗലോസിന്റെ ഒരു നിജപുത്രൻ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ദൈവദാസനാണ്. ഇപ്പോ പൗലോസിന്റെ നിർദ്ദേശാനുസരണം എഫേസോസ് എന്ന സ്ഥലത്ത് താൻ അവിടെ പോയി അവിടെ ശുശ്രൂഷ ചെയ്യുകയാണ്. സഭയുടെ ശുശ്രൂഷകനായിട്ട്, സുവിശേഷകനായിട്ടോ ഉപദേഷ്ടാവായിട്ടോ ഒക്കെ ആയിരിക്കുന്ന ഒരാളാണ് തിമോത്തിയോസ്. അപ്പൊ ഈ തിമോത്തിയോസിന് അകത്തു നിന്നും പുറത്തു നിന്നും എതിർപ്പുകളുണ്ട്. പിശാച് പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനെതിരെ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന കാര്യം ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്, കർത്താവിന്റെ ദാസൻ ചണ്ടയിടാതെ. ആരോട് ചണ്ടയിടാതെ? ഈ വിരോധികളോട്, തന്നെ എതിർക്കുന്ന ആൾക്കാരോട് വഴക്കുണ്ടാക്കാനും വെള്ളമുണ്ടാക്കാനും പോവുകയല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? അവരെ സൗമ്യതയോടെ പഠിപ്പിക്കണം. സൗമ്യതയോടെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ വളരെ ശാന്തതയോടെ, എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ആ സൗമ്യത എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഒരു കാര്യം മനസ്സിലാക്കുമ്പോഴാണ് ഈ സൗമ്യത ഉണ്ടാകുന്നത്. അതായത് ഈ വിഷയത്തിൽ കേട്ടോ,
പൊതുവെ സൗമ്യതയല്ല ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തിലുള്ളതായിരിക്കുന്ന സൗമ്യതയോടെ നമുക്ക് ക്ഷമയോടുകൂടെ അവരെ പഠിപ്പിക്കാനായിട്ട് എങ്ങനെ കഴിയാന്നറിയാമോ? ഈ ഒരു കാര്യം തിരിച്ചറിയുമ്പോഴാണ്. എങ്ങനെയാ തിരിച്ചറിയുന്നതെന്നറിയാമോ? ഈ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഈ ആൾക്കാര്, ഈ വിരോധികളായിട്ടുള്ള ആൾക്കാര് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? വാസ്തവത്തിൽ അവരല്ല. ഇത് മനസ്സിലാക്കിയപ്പം എന്റെ ശുശ്രൂഷയിൽ എനിക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും നമ്മളെ ഈ എതിർക്കുന്ന ആൾക്കാരൊക്കെ ഈ വ്യക്തികളാണ് നമ്മളോട് വന്ന് എതിർക്കുക എന്ന്. അവരൊന്നും അല്ല. ഞാനേ പല സന്ദർഭങ്ങളിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്തിനാ ഇവരൊക്കെ എന്ത് കാരണത്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആശയം, അതിന്റെ യഥാർത്ഥത്തിലുള്ള ആ സംഭവം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ്, അല്ല അങ്ങനെയൊക്കെ അവർ പെരുമാറുമ്പോൾ മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് തോന്നും? നമ്മളോട് ഒരാൾ എതിർത്ത് നിൽക്കുമ്പോൾ നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് വിരോധം തോന്നും, നമുക്ക് പക തോന്നും, ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ അത് എപ്പോഴാണെന്നറിയാമോ നമുക്ക് നിയന്ത്രിക്കാനായിട്ടും അല്ലെങ്കിൽ ആ കാര്യം കളയാനും കഴിയുന്നത്? കാരണം ഇത് ഞാൻ എനിക്ക് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യമായിരുന്നു. എനിക്ക് പല ആൾക്കാരോടും വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പിന്നീട് ഈ കാര്യം മനസ്സിലായപ്പോൾ, എനിക്കൊരു തിരിച്ചറിവ് ഉണ്ടായപ്പം എനിക്ക് മനസ്സിലായി, ഇവരല്ല വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് അവർക്കൊന്നും എന്നോടൊന്നും എതിരായിട്ട് പറയാനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്നോട് എതിർക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ എന്നോട് എതിർക്കേണ്ടതായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ട്. ആ വ്യക്തി എന്ന് പറയുന്നത് എന്റെ പ്രധാനപ്പെട്ട ശത്രുവായിരിക്കുന്ന പിശാചാണ്. ഇപ്പൊ ഇവിടെ പൗലോസ് പറയുകയാണ്, വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്നൊഴിഞ്ഞ്. അപ്പൊ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇവരാരുടെ കെണിപ്പെട്ടു? പിശാചിന്റെ കെണിയിൽപ്പെട്ട് ഈ നിലയിൽ പ്രവർത്തിക്കുകയാണ്. അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവർ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത്. കാരണം പിശാച് അവരെ വഞ്ചിച്ചു വെച്ചിരിക്കുകയാണ്. വെറുതെ എന്തിനാ നമ്മൾ അവരെ കുറ്റം പറയണം? നമ്മൾ വെറുതെ എന്തിനാ അവരോട് പക വയ്ക്കുന്നത്? അവരോട് വിരോധം വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അവരിപ്പോഴും വിചാരിക്കുന്നത്, അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ശരിയാണെന്നാ. പിശാച് അവരെ കുടുക്കിയിരിക്കുക. ആ പിശാചിന്റെ കെണിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് അവർക്ക് മാനസാന്തരം കിട്ടുമോ എന്ന് വെച്ച് നമ്മൾ അവരെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരെ സൗമ്യതയോടെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു കാര്യം. നോക്കി, ഇപ്പം ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ഒരു വിഷയാധിഷ്ഠിത പ്രസംഗം അവതരിപ്പിക്കുന്ന കാര്യമായി പറഞ്ഞത്. പിശാച് നമുക്കെതിരെ പ്രവർത്തിക്കുന്നു, നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന അവന്റെ വലിയ ശക്തമായിട്ടുള്ള ആക്രമണം നമുക്കെതിരെ വരികയാണ്. 1, 2, 3, 4 ഈ പോയിന്റുകൾ ഓരോന്നും പറഞ്ഞിട്ട് അതിന്റെ വിവിധ വശങ്ങൾ നാം വിശദീകരിച്ചു കൊടുക്കുമ്പോൾ, എന്നിട്ട് അവസാനത്തിലേക്ക് വരുമ്പോൾ, ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രസംഗത്തിന്റെ പോയിന്റുകൾ ഞാൻ വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രസംഗം തയ്യാറാക്കി അവതരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഒരു വിഷയാധിഷ്ഠിത പ്രസംഗത്തിന്റെ ഒരു ഏകദേശ ഘടന ഇതാണ്. ഒരു തലക്കെട്ട്, ആ വിഷയം, അത് വ്യത്യസ്ത ഭാഗങ്ങളിലാണ്. നമ്മളിപ്പോ എവിടെയൊക്കെ പോയി അല്ലേ? 1 പത്രോസ് 5-ാം അധ്യായത്തിൽ പോയി, ലൂക്കോസ് 22 പോയി, 2 കൊരിന്ത്യർ 10 പോയിട്ട് പിന്നെ വന്ന് 2 തീമോത്തിയോസ് 2-ാം അധ്യായത്തിൽ വന്നാണ് നമ്മൾ ഈ 4-ാമത്തെ കാര്യം പറഞ്ഞത്. ഈ പറഞ്ഞ 4 ഭാഗത്തും നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേകമായിരിക്കുന്ന വേദഭാഗത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ഈ പ്രസംഗം പ്രസംഗിച്ചത്. വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വാക്യത്തിൽ തുടങ്ങാം. പക്ഷെ ഒരു വാക്യമല്ല നമ്മുടെ പ്രസംഗത്തിന്റെ ആധാരം. പിന്നെ എന്താണ്? പല വാക്യങ്ങളാണ്. നമ്മൾ പ്രസംഗിച്ചത് ഒരു വിഷയമാണ്. വിശ്വാസികൾക്കെതിരെ അഥവാ കുടുംബത്തിനെതിരെയുള്ള പിശാചിന്റെ, സാത്താന്റെ ആക്രമണം. അവൻ എന്തെല്ലാം തരത്തിലാണ് ആക്രമിക്കുക, അതിനെ ഏതെല്ലാം നിലയിലാണ് നമുക്ക് പ്രതിരോധിക്കാനായിട്ട് കഴിയുക. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതായിരുന്നില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രസംഗത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അവൻ ഏതെല്ലാം തരത്തിൽ ആക്രമിക്കുന്നുള്ള ആ ആക്രമണത്തിന്റെ വിവിധ വശങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രസംഗത്തിന്റെ ലക്ഷ്യം. അത് അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഏതെല്ലാം തരത്തിലാണ് പിശാച് ആക്രമിക്കുന്നത് അത് മനസ്സിലാക്കിയിരിക്കണം.
അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ വശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഈ പിശാചിന്റെ ആക്രമണത്തെ എങ്ങനെ പ്രതിരോധിക്കാം, അത് വേറൊരു വിഷയമാണ്. പറഞ്ഞ മനസ്സിലായോ? പിശാചിന്റെ ആക്രമണത്തെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം. അപ്പം അന്നേരം നമ്മൾ പോകുന്നത് മറ്റു വാക്യങ്ങളിലേക്കാണ്. നമുക്ക് എങ്ങനെ ആ വ്യക്തി ആ ആക്രമണത്തോടുള്ള ബന്ധം, അവിടെ നമുക്ക് ആക്രമണം ഏതെല്ലാം ആണെന്ന് പറയാൻ പറ്റും, അതിനെ എങ്ങനെ പ്രതിരോധിക്കാനായിട്ട് പറ്റുമെന്ന് പറയാൻ പറ്റും. ഇതിനോട് ചേർത്ത് പറയാൻ കേട്ടോ, കാരണം അതിന്റെ പ്രായോഗികമായിരിക്കുന്ന വശം പറയാതെ നമ്മളൊരു കേവലമൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക എന്ന് പറഞ്ഞ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ഒരു പ്രായോഗിക വശം കൂടെ പറഞ്ഞിട്ട് വേണം അത് അവസാനിപ്പിക്കാനായിട്ട്. നമുക്ക് ഇത് കൂടുതലായിട്ട് ഇത് പറയാനായിട്ടുള്ള സാവകാശം ഇല്ല. പക്ഷേ ഈ ഒരു കാര്യം, ഇങ്ങനെയുള്ള അനേക വിഷയങ്ങളുണ്ട്. പ്രധാനമായിട്ടുള്ള നിലയിൽ അത് വിഭജിക്കുക. ഇപ്പോ ഇതിനകത്ത് വേറൊരു ഉദാഹരണം ഈ നോട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. വിശ്വാസിയുടെ പ്രത്യാശ എന്നുള്ളതാണ് ആ വിഷയം. ആ വിശ്വാസിയുടെ പ്രത്യാശയെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇത് ജീവനുള്ള പ്രത്യാശയാണ്, ഇത് രക്ഷിക്കുന്ന പ്രത്യാശയാണ്, ഇത് ഉറപ്പുള്ള പ്രത്യാശയാണ്, ഇത് നല്ല പ്രത്യാശയാണ്, ഇത് കാണപ്പെടാത്ത പ്രത്യാശയാണ്, ഇത് ഭാഗ്യകരമായ പ്രത്യാശയാണ്, ഇത് നിത്യപ്രത്യാശയാണ്. ഇതാണ് അതിന്റെ 7 പോയിന്റുകൾ. ഒരു വിഷയമാണ്. ഏതാണ്? വിശ്വാസിയുടെ പ്രത്യാശയുടെ സവിശേഷതകൾ, വിശ്വാസിക്കുള്ള പ്രത്യാശയുടെ സവിശേഷതകൾ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ആ വിഷയത്തിനകത്ത് ഓരോ പോയിന്റുകളും ഇത് ജീവനുള്ള പ്രത്യാശയാണ്. അത് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഈ പ്രത്യാശയുടെ പ്രത്യേകത ഇത് ജീവനുള്ള പ്രത്യാശയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് തന്നെ മനസ്സിലാവണേ? ജീവനുള്ള പ്രത്യാശ എന്ന് പറഞ്ഞ പോലെ മനസ്സിലാവും. അപ്പോൾ ഇപ്പൊ ഞാനത് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ആ വാക്യത്തിൽ പോയിട്ട് 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പോയിട്ട് എന്താണ് പത്രോസ് അപ്പോസ്തലൻ ഈ ജീവനുള്ള പ്രത്യാശ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വിശദീകരിച്ചു കൊടുക്കുക. അടുത്തത് ഇത് രക്ഷിക്കുന്ന പ്രത്യാശയാണ്. അങ്ങനെ ഓരോ പോയിന്റുകളും വിശദീകരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ദൈവവചനം അറിയുക, അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ തന്നെ കൊടുത്തത് ദൈവവചനം അറിയുന്നത് രക്ഷയ്ക്ക്. ദൈവവചനം അറിഞ്ഞാൽ നമുക്ക് അത് രക്ഷയ്ക്കായിട്ടുള്ള പരിജ്ഞാനം നൽകുന്നു. ദൈവവചനം അറിയുന്നത് നമ്മെ പാപത്തിൽ നിന്ന് സൂക്ഷിക്കുന്നു. ദൈവവചനം അറിയുന്ന ആത്മീയ വളർച്ച ഉളവാക്കുന്നു. ദൈവവചനം അറിയുന്നത് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നയിക്കുന്നു. അടുത്ത വിഷയമാണ് ദൈവവചനം അറിയുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ, ദൈവവചനം പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ. മറ്റൊരു വിഷയം വിശ്വാസിയുടെ സാക്ഷ്യം, അതിൻ്റെ അത് മറ്റൊരു വിഷയമായിട്ടുള്ള താരതമ്യം, ഇങ്ങനെ ദൈവത്തിന്റെ കഴിവ്, ഇങ്ങനെ കുറെ ഉദാഹരണങ്ങൾ നമ്മുടെ നോട്ടിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഞാനിപ്പോ പറയാനായിട്ട് പോകുന്നതായിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്നോടെ കേൾക്കുക. ഈ വിഷയാധിഷ്ഠിത പ്രസംഗം എന്ന് പറയുന്നത് ടോപ്പിക്കൽ സർമൺ. നാളെ നമുക്ക് അതിന്റെ അടുത്ത 2 ഇതിലേക്കും വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഈ ആദ്യം പറഞ്ഞത് വചനാധിഷ്ഠിത പ്രസംഗവും അതുപോലെ തന്നെ വ്യാഖ്യാനാധിഷ്ഠിത പ്രസംഗവും നമുക്ക് എങ്ങനെ അത് പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് നമ്മൾ നാളത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പൊ നാളെ ഒരു ചെറിയ അസൈൻമെന്റ്, ഒരൊറ്റ പേജ് ഉള്ളതായിരിക്കുന്ന ഒരു അസൈൻമെന്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കുന്ന ഒരു വിഷയം തയ്യാറാക്കി കൊണ്ടുവരിക. അതിന് ഒരു ടൈറ്റിൽ കൊടുക്കുക, ഒരു തലക്കെട്ട് കൊടുക്കുക. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ഈ പ്രസംഗം തയ്യാറാക്കിയത് കൊണ്ട്, ഈ പ്രസംഗം പ്രസംഗിക്കുന്നത് കൊണ്ടുള്ളതായിരിക്കുന്ന ലക്ഷ്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ ഒരു വാചകത്തിൽ എഴുതുക. എന്നിട്ട് ഓരോ പോയിന്റുകൾ നിങ്ങൾ ഒരു കുറിപ്പായിട്ട് എഴുതിക്കൊണ്ടെന്നാൽ മതി. മൊത്തം പ്രസംഗമൊന്നും എഴുതണ്ട.